ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? വൺ പീസിന്റെ ലോകത്തിൽ ശക്തിയുടെ കാര്യത്തിൽ ഒരേ ഒരു പേര് മാത്രമേ പറയാൻ സാധിക്കൂ, അത് കൈഡോ ആണ്. ആ വേൾഡിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്രീച്ചർ എന്നാണ് കൈഡോയെ വിശേഷിപ്പിച്ചിരുന്നത്. ന്യൂ വേൾഡിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് എംബർ കൂടിയായിരുന്ന ഈ മനുഷ്യൻ ആരാണ്? അദ്ദേഹത്തിന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്താണ്? എന്തുകൊണ്ടാണ് വേൾഡ് ഗവൺമെന്റ് പോലും ഇദ്ദേഹത്തെ ഇത്രത്തോളം ഭയക്കാൻ കാരണം എന്ന് തുടങ്ങി കൈഡോയുടെ മുഴുവൻ കഥയും ഒന്ന് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 795 എപ്പിസോഡ് നമ്പർ 736 കൈഡോയുടെ അപ്പിയറൻസ് ഉണ്ടാകുന്നത്. ഗ്രാൻഡ് ലൈനിലുള്ള വോഡ്ക എന്ന കിങ്ഡത്തിലാണ് അയാളുടെ ജനനം. ഏകദേശം 59 വയസ്സോളം പ്രായം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മെയ് 1 ബർത്ത്ഡേ ആയി പറയുന്നത്. മംഗോളിയൻ എന്ന റിയൽ ലൈഫ് നാഷണാലിറ്റിയാണ് കൈഡോന്റേത്. ഏകദേശം 4.6 ബില്യൺ ബെറീസ് ആണ് മറൈൻസ് ഇദ്ദേഹത്തിന്റെ തലയ്ക്കായി വിലയിട്ടിരുന്നത്. ഇതിന് കാരണം ന്യൂ വേൾഡിലെ വളരെ പവർഫുൾ ആയ 4 യോങ്കോകളിൽ അഥവാ എംബറേഴ്സിൽ ഒരാളായിരുന്നു എന്നതുകൊണ്ടാണ്. എപ്പോഴും മദ്യപിച്ച് വളരെ കെയർലെസ് ആയി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കൈഡോ. ഭാര്യയെ പറ്റി എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, എങ്കിലും വാനോ രാജ്യത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറയപ്പെടുന്നു. ഇരുവർക്കും ഒരു മകളാണ്, യമാറ്റോ എന്നാണ് പേര്. ആദ്യ സീനിൽ തന്നെ സ്കൈ ഐലൻഡിൽ നിന്നും എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കൈഡോയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആയിരക്കണക്കിന് അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടും അയാൾക്ക് ഒരു പോറൽ പോലും സംഭവിച്ചില്ല. അവിടെ നിന്നാണ് വൺ പീസ് വേൾഡിലെ സ്ട്രോങ്ങസ്റ്റ് ക്രീച്ചർ എന്ന് വിളിക്കപ്പെടുന്ന കൈഡോയുടെ അസാധാരണമായ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്. ശക്തിയാണ് ലോകത്തിലെ ഏക സത്യമെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു. അതിനാൽ ശക്തിയേറിയ എതിരാളികളെ അയാൾ എന്നും ബഹുമാനിക്കുകയും ചെയ്തു. ചെറുപ്പം മുതൽക്കേ അസാധാരണമായ തന്റെ ശാരീരിക വളർച്ച അവനെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാക്കി. അതുമൂലം ഒരു രാക്ഷസനായിട്ടാണ് ഒരു ജനത മുഴുവനും അയാളെ ട്രീറ്റ് ചെയ്തിരുന്നത്. വെറും 10 വയസ്സിൽ തന്നെ ആ രാജ്യത്തിന്റെ ശക്തരായ പോരാളികളിൽ ഒന്നാമനായി കൈഡോ തിളങ്ങി. എന്നാൽ പാപ്പരായി വേൾഡ് ഗവൺമെന്റിന് പോലും മതിപ്പില്ലാതിരുന്ന വോഡ്ക എന്ന രാജ്യത്തെ എങ്ങനെയും മതിപ്പേറ്റാൻ അവരുടെ ഏറ്റവും ശക്തനായ പോരാളിയെ അഥവാ കൈഡോയെ മറൈൻസിനായി വിറ്റു. സത്യത്തിൽ അവിടെ മുതലാണ് കൈഡോയുടെ ജേർണി ആരംഭിക്കുന്നതും. ഇതിലൂടെ ഒരു ടെസ്റ്റ് സബ്ജക്റ്റായി മാറിയ കൈഡോ പിന്നീട് പലതവണ വേൾഡ് ഗവൺമെന്റിന്റെ ഈ ക്രൂരതയ്ക്ക് ഒരു ഇരയായി മാറി. തന്റെ 15-ാം വയസ്സിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട കൈഡോയ്ക്ക് ഏകദേശം 70 മില്യനാണ് ബൗണ്ടിയായി പ്രഖ്യാപിച്ചത്. വൈറ്റ് ബിയർഡ് ആണ് പിന്നീട് റോക്സ് പൈററ്റ്സിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. ഗോഡ് വാലി ഇൻസിഡന്റിലൂടെയാണ് സത്യത്തിൽ കൈഡോയുടെ ജീവിതം തന്നെ മാറുന്നത്. അവിടെ വെച്ചാണ് തന്റെ ഡെവിൾ ഫ്രൂട്ട് തനിക്ക് ലഭിക്കുന്നത്. ബിഗ് മോമിൽ നിന്നും തട്ടിപ്പറിച്ച ആ ഡെവിൾ ഫ്രൂട്ട് സത്യത്തിൽ കൈഡോയെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഗോഡ് വാലിയിലൂടെ റോക്സ് പൈററ്റ്സിന്റെ പതനം കൈഡോയെ തന്റേതായ ഒരു പൈററ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നതിലേക്ക് അത് കൊണ്ടെത്തിച്ചു. ബീസ്റ്റ് പൈററ്റ് എന്ന് പേരിട്ടിരുന്ന ആ പൈററ്റ് ഗ്രൂപ്പിൽ സത്യത്തിൽ ശക്തരായ അനിമൽ ബീസ്റ്റുകളെയായിരുന്നു കൈഡോ റിക്രൂട്ട് ചെയ്തിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയേറിയ അനിമൽ സൈന്യത്തെ രൂപീകരിച്ച് ആ ലോകം തന്നെ പിടിച്ചടക്കുക എന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായി തന്നോടൊപ്പം ഫൈറ്റ് ചെയ്ത് തോൽക്കുന്നവരെയെല്ലാം അയാൾ നിർബന്ധിച്ച് ക്രൂവിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് വാനോയിലേക്ക് എത്തിയ ബീസ്റ്റ് പൈററ്റുമായി ഒരു തവണ ഗെക്കോ മോറിയ ഏറ്റുമുട്ടിയിരുന്നു. ഇരുവരും തമ്മിലുള്ള ആ ഒരു ലെജൻഡറി ഫൈറ്റിൽ സത്യത്തിൽ ഗെക്കോ മോറിയ തോൽക്കുകയും ഗെക്കോ മോറിയയുടെ എൻഡിയർ ക്രൂവിനെയും കൈഡോ ഇല്ലാതാക്കുകയും ചെയ്തു. തുടർന്ന് കൊറൂസുമി ഒറോച്ചിയുമായി ചേർന്ന് വാനോ പിടിച്ചടക്കാനുള്ളൊരു പദ്ധതി അവിടെ മെനഞ്ഞെടുത്തു. സത്യത്തിൽ യാത്ര പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഓടൻ അപ്പോഴാണ് ഒറോച്ചി കൈഡോ തുടങ്ങിയവരുടെ ചതി അവിടെ മനസ്സിലാക്കുന്നത്. കൈഡോയുടെ ഭരണമായിരുന്നു പിന്നീട് അങ്ങോട്ട് വാനോയെ നശിപ്പിച്ചതും. അടിമത്തം, സ്മൈൽ ഫ്രൂട്ട്, ഏകാധിപത്യം, ആയുധ നിർമ്മാണം എന്നു തുടങ്ങി ആ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തിനെയും അയാൾ ചൂഷണം ചെയ്യാൻ തന്നെ ആരംഭിച്ചു. എന്നാൽ ഓടന് മാത്രമാണ് സത്യത്തിൽ വാനോയിൽ അയാളെ എതിർക്കാൻ സാധിച്ചിരുന്നത്. അന്ന് ഓടൻ നൽകിയ മുറിവ് പിന്നീട് ഉണങ്ങാത്ത മുറിവായി കൈഡോയെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓടനുമായുള്ള യുദ്ധം സത്യത്തിൽ കൈഡോ നല്ല പോലെ ആസ്വദിച്ചിരുന്നു. അതിൽ ഓടൻ ജയിക്കുമെന്ന സാഹചര്യത്തിൽ ഹിഗുറാഷി ഷേപ്പ് ഷിഫ്റ്റിംഗ് ഉപയോഗിച്ച് മൊമനുസ്കയുടെ രൂപത്തിൽ ഓടനെ ചതിക്കുകയും കൈഡോ അതിൽ വിജയിക്കുകയും ചെയ്തു. ആ ഒരു ചതി സത്യത്തിൽ കൈഡോയെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഹിഗുറാഷിയെ ആ സ്പോട്ടിൽ അദ്ദേഹം വധിക്കുകയും ചെയ്തു. പിന്നീട് ഓടനെ ക്യാപ്ചർ ചെയ്ത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ സാമ്രാജ്യമാരെയും എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയണ്ടല്ലോ. ഒരു അച്ഛനെന്ന നിലയിൽ കൈഡോ അമ്പെ പരാജയമാണ്.
സ്വന്തം മകളെ ഒരു അടിമയെന്നോണമാണ് അയാൾ ട്രീറ്റ് ചെയ്തിരുന്നത്. സത്യത്തിൽ ഓടനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച അവളെ പട്ടിണിക്കിട്ടും തുറങ്കിൽ അടച്ചും അവളുടെ ആ സ്വപ്നത്തെ അയാൾ തല്ലിക്കെടുത്താൻ ശ്രമിച്ചു. ജനങ്ങളോടുള്ള തന്റെ പിതാവിന്റെ ക്രൂരത അതിരുകടന്നതിനെ തുടർന്ന് യമാറ്റോ അയാളെ ഒരുപാട് വെറുക്കുകയും കൊല്ലാൻ പോലും തുനിയുകയും ചെയ്തു. ഈ ഒരു കാരണം കൊണ്ടാണ് തന്റെ പിതാവിന്റെ പാത അവൾ പിന്തുടരില്ല എന്ന് പ്രതിജ്ഞയെടുത്തത്. ഇതുതന്നെയായിരുന്നു കൈഡോയെ ഏറെ ചൊടിപ്പിച്ചതും. ബിഗ് മോമുമായുള്ള കൈഡോന്റെ ടീമപ്പ് വൺ പീസ് എന്താണെന്നും അത് ക്ലെയിം ചെയ്യാനുള്ള തീരുമാനത്തിലേക്കും അവരെ കൊണ്ടെത്തിച്ചു. അതിനിടയിലേക്കുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ കടന്നുകയറ്റമാണ് സത്യത്തിൽ ഇരുവരെയും തമ്മിൽ ഒന്നിപ്പിക്കുവാനുള്ള കാരണവും. ഒനിഗാഷിമ റെയ്ഡിന് മുമ്പ് കൈഡോയുമായി ഏറ്റുമുട്ടിയ ലൂഫി സത്യത്തിൽ അപ്പോഴാണ് അയാളുടെ ട്രൂ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഒനിഗാഷിമയിൽ വെച്ചുള്ള റീഫൈറ്റിൽ ലിറ്ററലി കൈഡോയ്ക്ക് തന്നെയായിരുന്നു മേൽക്കയറ്റം. ഒരു നിമിഷം മരണത്തിന്റെ വക്കിലെത്തിയ ലൂഫിയെ സത്യത്തിൽ സൺഗോഡാണ് അഥവാ നീക്കയാണ് തിരികെ കൊണ്ടുവരുന്നത്. ഗിയർ 5-ലുള്ള ലൂഫിയുമായി ഏറ്റുമുട്ടിയതോടെ കൈഡോ സത്യത്തിൽ തന്റെ പരാജയം തിരിച്ചറിഞ്ഞു. നീക്കയുടെ അവസാന പ്രഹരം തന്റെ ആന്തരിക അവയവങ്ങളെ പോലും ക്ഷതമേൽപ്പിച്ച് തന്നെ ഭൂമിക്കടിയിലെ ലാവയിലേക്ക് ഇടിച്ചു താഴ്ത്തുകയായിരുന്നു. അതിലൂടെ കൈഡോ എന്ന ആജാനുബാഹു ലോകം കണ്ട ഏറ്റവും ശക്തനായ ക്രീച്ചറിന്റെ യുഗം അവിടെ അവസാനിക്കുകയായിരുന്നു. ഫിഷ് ഫ്രൂട്ട് മോഡൽ അസുര ഡ്രാഗൻ എന്ന ഡെവിൾ ഫ്രൂട്ടിന്റെ യൂസറായ കൈഡോയ്ക്ക് ഒരു പടുകൂറ്റൻ ഡ്രാഗനായി മാറാൻ സാധിക്കും. ഈസ്റ്റ് ഏഷ്യൻ കൾച്ചറിലുള്ള ഒരു ഡ്രാഗൺ ഫോമാണ് കൈഡോന്റേത്. ഈ ഒരു ഡ്രാഗൺ ഫോമിൽ ഉള്ളതുകൊണ്ടാണ് കൈഡോയെ സ്ട്രോങ്ങസ്റ്റ് ക്രീച്ചർ എന്ന് വിശേഷിപ്പിച്ചത്. ശരീരം ഒരു സർപ്പത്തെ പോലെ നീണ്ടതും നീല നിറവും തീ ശ്വസിക്കാനുള്ള കഴിവ്, കാറ്റ്, മിന്നൽ എന്ന് തുടങ്ങി മേഘങ്ങൾ സൃഷ്ടിച്ച് ആകാശത്ത് പറക്കാനുള്ള എബിലിറ്റിയും ഈ ഒരു ഡ്രാഗന് സാധിക്കുമായിരുന്നു. അതുകൂടാതെ ഈ മേഘങ്ങൾ ഉപയോഗിച്ച് തന്നെ എത്ര വലിയ പർവ്വതങ്ങളെപ്പോലും ഉയർത്താൻ ഇതിന് സാധിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ ഒനിഗാഷിമ. ഇവ കൂടാതെ എത്ര വലിയ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള കാഠിന്യമേറിയ പുറംതോട് പോലുള്ള ശരീരവുമാണ് ഇതിൻ്റേത്. കൂടാതെ ഹൈബ്രിഡ് ഫോമിലേക്ക് അഥവാ ഹാഫ് ഹ്യൂമൻ പ്ലസ് ഹാഫ് ഡ്രാഗൻ എന്നിങ്ങനെ ഇടകലർന്ന ഒരു ഫോമിലേക്ക് പരിണമിക്കാനും ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഹൈ സ്റ്റാമിന, സ്പീഡ്, ഹീലിംഗ് എന്നിങ്ങനെ എല്ലാം വളരെ വേഗത്തിലാവും പ്രവർത്തിക്കുക. ഇതിനു പുറമെ 3 രീതിയിലുള്ള ഹാക്കി പവേഴ്സും അറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കൈഡോ. അഡ്വാൻസ് ലെവൽ ഒബ്സർവേഷൻ ഹാക്കി, ആർമമെന്റ് ഹാക്കി എന്നിങ്ങനെ ലക്ഷ്യത്തിൽ കുറച്ചുപേർക്ക് മാത്രം കൈവരിക്കുന്ന അഡ്വാൻസ് ലെവൽ കോൺകറേഴ്സ് ഹാക്കിയുടെ ഉപയോക്താവുമായിരുന്നു കൈഡോ. ഇതിനൊപ്പം കനാബോ എന്ന തന്റെ ഇരുമ്പ് കഥയാൽ തണ്ടർ ബാഗ്വ, റാഗ്നറോക്ക്, ഡിസ്ട്രോയർ ഓഫ് ഡെത്ത് തണ്ടർ ബാഗ്വ എന്നിങ്ങനെ തുടങ്ങിയ പർവ്വതങ്ങളെ പോലും തകർക്കാൻ സാധിക്കുന്ന ആക്രമണങ്ങളും കൈഡോന് സ്വന്തമായിരുന്നു. എങ്കിലും ഇത്ര വലിയ ശക്തിശാലി ഒരു ലാവയിൽ വീണു എന്ന് വെച്ച് മരണപ്പെട്ടു പോകുമോ എന്നാവാം നമ്മളിൽ ഓരോരുത്തരും ചിന്തിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇതിനുത്തരം കൈഡോ തന്നെ നമുക്ക് തന്നിട്ടുമുണ്ട്. അതിലൊന്നാണ് കൈഡോ കിങ്ങിനോട് പറഞ്ഞ ആ വാക്കുകൾ. അതായത് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നവനാരോ അവനാണ് ജോയ് ബോയ് എന്നുള്ളത്. നമുക്കറിയാം കൈഡോ അയാളുടെ ഈ ജീവിതം തന്നെ എത്രമാത്രം മടുത്തൊരു വ്യക്തിയാണെന്നത്. അതിനാൽ ഇപ്പോൾ ആ ഒരു കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത് പ്രോപ്പറായൊരു എൻഡിങ് തന്നെയാണ്. അതിനാൽ വീണ്ടും ആ കഥാപാത്രത്തെ തിരികെ കൊണ്ടുവന്ന് ഓഡാ സെൻസൈ അയാളെ ഡിസ്റെസ്പെക്ട് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരികെ കൊണ്ടുവരരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓൺലൈനിൽ ഇതിനെപ്പറ്റി ഒരുപാട് തിയറീസ് കിടപ്പുണ്ട്. അതൊന്നും വലിയ കണ്ണിങ്ങായി തോന്നാത്തതുകൊണ്ടാണ് ഞാനത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തതും. എനിവേ, ഇതാണ് വൺ പീസ് ലോകത്തെ വിറപ്പിച്ച കൈഡോയുടെ മുഴുവൻ കഥയും. എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടുതൽ വൺ പീസ് മലയാളം കോണ്ടന്റുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്.